ഹലോ സർ. ഞാൻ എൻ്റെ UPSC ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സാറിൻ്റെ ഒരു ചീത്തവിളി കേട്ടിട്ടാണ്. യൂട്യൂബിൽ തനിക്കൊക്കെ ഇവിടെ എന്താണോ പണി എന്ന് ചോദിക്കുന്ന ഒരു യൂട്യൂബ് ഞാൻ തുടങ്ങിയ സമയത്ത് when I searched YouTube, I found your videos and you were so precise about your knowledge. You said എനിക്കറിയാലോ ഇവിടുത്തെ ഇത്രയും കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കറിയാലോ. അപ്പം എനിക്ക് എന്നെ ഒരു ഇൻസ്പയർ ചെയ്തൊരു ഫാക്ടർ ദാറ്റ് യു വർ സോ പ്രിസൈസ്, യു വർ സോ അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ ദർ. I want to ask you that you have served as a collector, you have served as a supply co department head. Now you are serving as a transport head. Yeah. So what is the difference that you find in these all services? നോക്കൂ, നമ്മുടെ സിവിൽ സർവീസ് കരിയർ പറയുന്നത് ഒത്തിരി ലെവലുകളിലൂടെ കടന്നു പോകും. ഓരോ വിവിധങ്ങളായ പോസ്റ്റുകൾ, ഡൈവേഴ്സ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, ഡൈവേഴ്സ് ആയിട്ടുള്ള പൊസിഷൻസ് നിങ്ങൾ ഇരിക്കുന്നുണ്ടാകും. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു മാൻഡേറ്റ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മോസ്റ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മാൻഡേറ്റ്സ് ആയിരിക്കും. അതിനനുസരിച്ച് തന്നെ നമുക്ക് നമ്മൾ അറ്റ്യൂൺ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്. രണ്ട്, പല സ്ഥലങ്ങളിലും ചില ഡിപ്പാർട്ട്മെന്റുകൾ, ഫോർ എക്സാമ്പിൾ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഡേ ടു ഡേ അഫയേഴ്സ് കൂടുതലായിട്ട് മാനേജ് ചെയ്യുന്ന, ഒരു ഫയർ ഫൈറ്റിംഗ് പോലെ ഒരു ഇൻസ്റ്റന്റ് ക്രൈസിസ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് സ്കിൽസ് കൂടുതൽ ആവശ്യമുള്ള ഒരു പൊസിഷനാണ്. അതേസമയം സപ്ലൈകോയിൽ ഞാൻ ഇരുന്നത് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ്. അത് ഒരു 1600ഓളം ഔട്ട്ലെറ്റുകളുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിൻ ആണ്. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു വേർട്ടിക്കൽ. ആ സൂപ്പർ മാർക്കറ്റ് ചെയിനിലെ സെയിൽസ് എങ്ങനെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടും ഏറ്റവും അക്കൗണ്ടബിൾ ആയിട്ടും ചെയ്യാം, ഏറ്റവും ചെലവുകൾ എങ്ങനെ കുറയ്ക്കാം, ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ എങ്ങനെ കൊടുക്കാം എന്നുള്ള പ്രോപ്പർ ബിസിനസ് ആക്ടിവിറ്റിയാണ് അവിടെ ചെയ്യുക. അതിനു മുന്നേ ഞാനിരുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിലാണ്. ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ ടൂറിസം ഡയറക്ടറായിട്ട് കേരളത്തിന്റെ ടൂറിസം എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, എങ്ങനെ ടൂറിസം പൊട്ടൻഷ്യൽ ആളുകളിലേക്ക് എത്തിക്കാം, ഇവിടുത്തെ ടൂറിസം ഇൻഡസ്ട്രിയെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, എങ്ങനെ ടൂറിസം നല്ല രീതിയിൽ ലോകം മുഴുവൻ മാർക്കറ്റ് ചെയ്യാം, അവർക്ക് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ കൊടുക്കാം, ബെസ്റ്റ് ഇംപ്രഷൻ എങ്ങനെ എടുക്കാം എന്നുള്ള ഒരു മാർക്കറ്റിംഗ് എക്സ്പേർട്ടിന്റെ അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പേർട്ടിന്റെ റോളുകളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ എക്സ്പേർട്ടിന്റെ റോളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിന് തൊട്ട് മുന്നേ ഞാൻ ഇരുന്നത് ലൈഫ് മിഷനിലെ CEO ആയിട്ടാണ്. ലൈഫ് മിഷനിൽ കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ട 1.5 ലക്ഷം ആളുകൾക്ക് ഞാൻ ഇരുന്ന സമയത്ത് വീട് കൺസ്ട്രക്ട് ചെയ്ത് കൊടുത്തു. അവിടെ ഉണ്ടായിരുന്നത് എന്താണ്? ഓരോ ആളുകൾക്കും എന്തുകൊണ്ട് സമയത്ത് ഫണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല, എന്താണ് അവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, അത് ഇൻഡിവിജ്വൽ കേസുകൾ നമ്മൾ പിടിച്ച് അവർക്ക് മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ എവിടെയാണ് സ്റ്റക്ക് എന്നുള്ളത് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക, ഫണ്ട് ഫ്ലോ സ്മൂത്ത് ആക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ തിരുവനന്തപുരത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ കോളേജുകളിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളടക്കം ഇന്റർവെല്ലിനടക്കം ഈ പറയുന്ന 1 ലക്ഷത്തിലധികം ലൈഫ് മിഷന്റെ ബെനിഫിഷ്യറീസിന് അവരവരുടെ പേഴ്സണൽ ഫോണിൽ നിന്ന് ഫോൺ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ചെയ്തത് കുറെ സ്റ്റുഡന്റ് വോളണ്ടിയേഴ്സിനെ, കോർഡിനേറ്റേഴ്സിനെ വെച്ചിട്ട് ഓരോ ജില്ലകളിലെ, ഓരോ താലൂക്കുകളിലെ, ഓരോ ചെറിയ വില്ലേജുകളിലെ, ഓരോ പഞ്ചായത്തുകളിലെ ഓരോ വാർഡ് യൂണിറ്റ് എടുത്തിട്ട് ആ വാർഡിൽ ലൈഫ് മിഷന്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള 10 പേരോ 20 പേരോ എടുത്തിട്ട് അതിൽ ഓരോ സ്റ്റേജ് കൺസ്ട്രക്ഷനിൽ നിൽക്കുന്ന ആളുകളെ തരംതിരിച്ചിട്ട് അവരവരുടെ ഫോൺ നമ്പർ എടുത്തിട്ട് ഒരു കുട്ടിക്ക് 10 പേരെ വെച്ച് 1000 കുട്ടികൾക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വിളിപ്പിച്ച് ആ ഡാറ്റ എടുത്ത് അതൊരു ഡാറ്റ ഷീറ്റിൽ എൻ്റർ ചെയ്ത് അത് കൺസോൾട്ടേറ്റ് ചെയ്ത് അതിൽ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ജോബ്. അതിന് തൊട്ട് മുന്നേ ഞാനിരുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ RCS എന്ന് പറയുന്ന, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന പോസ്റ്റിലാണ്. ആ പോസ്റ്റിൽ ഞാൻ ചെയ്തത് കേരളത്തിലെമ്പാടുമുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മാനേജ്മെന്റ് ആണ്. അത് ശരിക്കും ഒരു ബാങ്കറുടെ ജോലിയാണ്. ഞാൻ 4-5 ജോലിയാണ് പറഞ്ഞത്, 5 ഡിഫറെന്റ് ജോബാണ് പറഞ്ഞത്. ആൻഡ് ദിസ് ഈസ് വാട്ട് യു ആർ ഗോയിങ് ടു ഡു. So any questions? Sir, have you ever faced moral conflict between professional duty and personal values? കേൾക്കുന്നില്ല, കുറച്ച് ചേർത്ത് പിടിക്കും. Have you ever faced moral conflict between professional duty and personal values?
എപ്പോഴെങ്കിലും ലോ ഒക്കെ ലോവും പേഴ്സണൽ ലൈഫായിട്ട് സോറി, ലോസ് എപ്പോഴെങ്കിലും നാച്ചുറൽ ആയിട്ടും ഉണ്ടാകുമല്ലോ. ഇത് വളരെ വളരെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് നിങ്ങൾ എടുത്തു നോക്കൂ. ഓക്കെ, നിങ്ങളൊരു ഓക്കെ ഫർഗെറ്റ് അബൌട്ട് ഓൾ ദീസ് പോസ്റ്റ്. നിങ്ങളൊരു കാർ ഓടിച്ച് റോട്ടിൽ പോകുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, പോകുന്ന വഴിക്ക് ഒരു ഓട്ടോക്കാരൻ ഒരു ഇൻഡിക്കേറ്ററും ഇല്ല, ഒരു സാധനമില്ലാതെ റോഡ് സൈഡിൽ നിന്ന് എടുത്ത് നേരെ വട്ടം കടത്തി പോകുന്നുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുക? വാട്ട് ഈസ് ദിസ് യാർ, ലൈക്ക്, അല്ലേ? ഇതൊരു വയലേഷൻ ആണ്. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു റൂൾ ഉണ്ട്, എല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു റൂൾ ഉണ്ട്. നിങ്ങൾ അയാളോട് ചോദിച്ചു എന്ന് വിചാരിക്കുക, ഇതെന്താ ചേട്ടാന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് അടിയും കിട്ടിയെന്ന് വന്നേക്കാം, അല്ലേ? ഇത് ഏറ്റവും ലോവസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, അല്ലെ? ഒരു ലോവസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇനി ഇതേ ഇതിന്റെ ഒരു 10,000 മടങ്ങ് വലിയ ഒരു പോസ്റ്റിലും റോളിലും അത്രയും ആളുകളെ അഫക്ട് ചെയ്യുന്ന ഒരു ഡിസിഷനിലുമാണെന്ന് നിങ്ങൾ വിചാരിക്കുക. കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ? യു ആർ ഹെഡിങ് എ കോൺഫ്ലിക്ട് സോൺ, യു ആർ എൻറ്ററിങ് എ വാർ സോൺ. എവറി ഡേ, എവറി സിംഗിൾ ഡേ, എവറി സിംഗിൾ ഡിസിഷൻ. ഇത്രയും വിചാരിച്ചാൽ മതി. ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു എക്സാമ്പിൾ. No, I don't want to mention that example because I don't want to make it a controversial session. അതുകൊണ്ടാണ് I can list you 1,000. ഇത് ഇന്റർവ്യൂവിൽ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ആൻസർ ചെയ്യണം? ഏതാ? ഇന്റർവ്യൂസിൽ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ആൻസർ ചെയ്യണം? നോക്കൂ, ഇന്റർവ്യൂ is very simple, very clear. Interview, നോക്കൂ, what is your guiding principle? It's your constitution, it's your laws, it's your conscience, it's the prevailing customs here. Simple, അല്ലേ? അപ്പോൾ ഈ കോൺഫ്ലിക്ട്സ് വരുമ്പോൾ നമ്മുടെ കോൺഷ്യൻസ് നല്ല ക്ലിയർ ആണെങ്കിൽ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒത്തിരി നോയ്സ് ഉണ്ടാകും നമുക്ക് ചുറ്റും. അതിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകാതിരിക്കുകയാണെങ്കിൽ, നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡിസിഷൻ എടുക്കാൻ എളുപ്പമാണ്, എനിക്ക് തോന്നുന്നു. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. ശരി, വേറെ? സർ, സാറിൻ്റെ ലബാസ്നയുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ലബാസ്നയുടെ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചാൽ ട്രെയിനിങ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഡോണ്ട് ഈവൻ റിമെമ്പർ ഹാഫ് ഓഫ് ഇറ്റ്. പക്ഷേ ഫസ്റ്റ് ഫീലിംഗ് വിൽ ബി ലൈക്ക് യു ഹാവ് ബീൻ ത്രൂ ഓൾ ദീസ് ടോർച്ചർ and you have become an IAS officer all on a sudden and you have landed there. Okay, that's a very happy moment. പക്ഷെ അതിന്റെ ഒപ്പം വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ നാട്ടിലുള്ള ഈ ഗുസ്തി എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ഒരു 180 ബെസ്റ്റ് ഗുസ്തിക്കാരാണ് കൂടെ ഉള്ളത്. സോ എവറി സിംഗിൾ ബിറ്റ് ഓഫ് ആക്ടിവിറ്റി ദയർ ഈസ് എ ഹൈ ലെവൽ കോമ്പറ്റീഷൻ. ഓക്കെ, ഇപ്പോ ഞാൻ ഈ വെള്ളം എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആൾ ഓക്കെ, ഇവൻ ഓൾറെഡി ഇത്ര കുടിച്ചു കഴിഞ്ഞു, ഞാൻ കുറച്ച്, ആ ലെവലാണ് ഇവിടുത്തെ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. ഐ ഡോണ്ട് നോ ഇത് എന്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. ഓക്കെ, സോ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഹാപ്പി മൊമെന്റ്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടേതായ കുറച്ച് ഫ്രണ്ട്സും കൊളീഗ്സും ഒക്കെ ഉണ്ടാകുമ്പോൾ നാച്ചുറലി വി വിൽ ബി കൺഫൈൻഡ് ടു ദാറ്റ്. ദാറ്റ് ഈസ് വൺ എക്സ്പീരിയൻസ് വിച്ച് ഐ റിമെമ്പർ. സെക്കൻഡ് ഈസ് ലൈക്ക് കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളും കൾച്ചറും, കുറേ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേൾഡ് ആണ് അത്. കാരണം നമ്മൾ ഇതുവരെ അങ്ങനത്തെ ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഇന്റലക്ച്വൽ ലെവലുള്ള, നമ്മളെക്കാളൊക്കെ 100 ഇരട്ടി ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ബാച്ചിലുണ്ടാകും. ഇറ്റ്സ് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ടു സീ ദോസ് പീപ്പിൾ. കാരണം നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. ഓക്കെ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ ബാച്ചിലെ ഒരു കൊളീഗ്, അയാൾ ഒരു പാരഗ്രാഫ് പറഞ്ഞാൽ അതിലൊരു 5 ബുക്കുകൾ കോട്ട് ചെയ്യുമായിരുന്നു. ഒരു 1000 ബുക്കുകൾ വായിച്ചിട്ടുള്ള, വെറുതെ ഷോ ആയിട്ടല്ല, അങ്ങനെയാണ് അയാൾ. അത്രയ്ക്ക് വെൽ റെഡ് ആയിട്ടുള്ള, ചില ആളുകളുടെ ലാംഗ്വേജ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ മാറി നിൽക്കും. അത്രയും നല്ല ലാംഗ്വേജ് ഉള്ള, അത്രയും നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള, എൻ്റെ ബാച്ച് ടോപ്പർ എന്ന് പറഞ്ഞ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. വാട്ട് ഈസ് ദിസ് ഹിയർ? ലൈക്ക് വി ആർ ഫ്രം കേരള, ഫ്രം ordinary school and ordinary college, and these people are like from another world altogether. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് 3-4 പേരുണ്ടായിരുന്നു. IIT, IIM, IAS ആയിട്ടുള്ള 8 പേരോ മറ്റോ ഉണ്ടായിരുന്നു. IIT, IIM, IAS. What is this?
ചാർട്ടേഡ് അക്കൗണ്ടൻസ് കുറെ പേര്, 35 ഡോക്ടേഴ്സ്. അപ്പം ഒരു ഓൾ ടുഗദർ ഒരു ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. അവരെയൊക്കെ നമുക്ക് ആ ഒരു ഇതിൽ കാണാൻ പറ്റുവാണെങ്കിൽ എവറി സെഷൻ, എവറി ഇന്ററാക്ഷൻ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ലേണിംഗ് എക്സ്പീരിയൻസ് ഇൻ ദാറ്റ് സെൻസ്. പക്ഷെ അത് സ്ട്രെസ്ഫുൾ കൂടിയാണ്, അത് ഭയങ്കര സ്ട്രെസ്ഫുൾ കൂടിയാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ എങ്ങനെ എവിടെ വന്ന് പെട്ടെന്നൊക്കെ വിചാരിക്കും നമ്മൾ ചിലപ്പോൾ. പിന്നെ ഇത് വലിയ കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളങ്ങ് കഴിഞ്ഞു പോകും എന്നുള്ളതാണ്. അടുത്തത് അവിടുത്തെ മറ്റ് എക്സ്പീരിയൻസസ് ആണ്. ലൈക്ക് the moment you land there, you think that okay, you have become an IAS officer and you are going to get the royal treatment there. അവിടെയുള്ള ഒരുത്തരം നിങ്ങളെ വലിയ വിലയൊന്നും ഉണ്ടാവില്ല. കാരണം അവരെല്ലാ ദിവസവും കാണുന്ന മൊത്തം IAS കാരെയാണ്. പിന്നെ അവരെ ഇങ്ങനെ പ്രത്യേകിച്ച് വില ഉണ്ടാവത്തില്ലല്ലോ. സോ അത് നമുക്കൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. പിന്നെയുള്ളത് ഭാരത് ദർശൻ എന്ന് പറയുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതുണ്ടാകും. എനിക്ക് ട്രെക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സോ ഐ എൻജോയ്ഡ് ദി ട്രെക്കിംഗ് എ ലോട്ട്. അത് മസൂറി ആയതുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഐ ഹാഡ് എ ബൈക്ക് വിത്ത് മീ. എനിക്കൊരു എൻഫീൽഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്രീ ടൈമിലൊക്കെ മല കയറാൻ പോകുമായിരുന്നു. സോ ദാറ്റ് വാസ് അനദർ ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ്. ഒരു 10 ദിവസത്തെ ട്രെക്കിംഗ് ഉണ്ട്. അത് രൂപ്കുണ്ട് എന്ന് പറയുന്ന ഒരു 5000 മീറ്റർ ഹൈറ്റിലുള്ള ഹിമാലയത്തിലെ ഒരു സ്ഥലത്താണ് ഞാൻ പോയത്. ദാറ്റ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ഐ സ്റ്റിൽ റിമെമ്പർ. Gallant IAS, chasing your passion to ace.